ഹായ്, ഇസ് മൈ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നുള്ള വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവ് ഫാസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ബേബി ഗേൾ നിവിൻ പോളി നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം ജനുവരി 23-നാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. സർവ്വമായി ഇപ്പോഴും തിയേറ്ററിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ്. 100 കോടി കളക്ഷൻ നേടിയ ചിത്രം ഏകദേശം 130-140 റേഞ്ച് കളക്ഷൻ നേടി മുന്നോട്ട് കുതിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വലിയൊരു കമ്പാക്ക് നമ്മൾ കണ്ടു സർവ്വമായയിലൂടെ. അപ്പം അതിനുശേഷം വരുന്ന നീമ്പോളി ചിത്രം എന്ന പ്രത്യേകതയുമുണ്ട് ഈ ഒരു ചിത്രത്തിന്. ബേബി ഗേൾ ഇതിൻ്റെ ട്രെയിലർ അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടു. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഏകദേശം 2.1 മില്യൺ വ്യൂസും കടന്ന് ട്രെയിലർ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ബേബി ഗേൾ 23-നാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. നിവിൻ പോളി, ലിജോ മോള്, അഭിമന്യു, തിലകൻ, ജാഫർ ഇടുക്കി, അങ്ങനെ നിരവധി കാസ്റ്റിംഗാണ് ഈ ചിത്രത്തിൽ ട്രെയിലറിൽ കാണുവാനായിട്ട് സാധിച്ചത്. ട്രാഫിക്കിൻ്റെ കഥ എഴുതിയ ബോബി സഞ്ജയാണ് ഈ ചിത്രത്തിനും കഥ എഴുതിയിരിക്കുന്നത് എന്നാണ് ചിത്രത്തിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ നമുക്ക് ക്രിയേറ്റ് ആവുന്നതെന്ന് പറയാം. കാരണം ട്രാഫിക് ഉണ്ടാക്കിയ ഓളം, അല്ലെങ്കിൽ ഒരു ന്യൂ ജനറേഷൻ വേവായിരുന്നു ട്രാഫിക് ഇറങ്ങിയ സമയത്ത് ആ ഒരു ചിത്രം. അത് തെലുങ്ക് കന്നഡ, തമിഴ്, ഹിന്ദി എന്നീ ലാംഗ്വേജിലേക്ക് റീമേക്ക് വരെ പോയതാണ് ട്രാഫിക്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബോബി സഞ്ജയ് ആ ഒരു ടീം, അതോടൊപ്പം അതിൻ്റെ പ്രൊഡ്യൂസർ ലിസ്റ്റ് സ്റ്റീഫൻ തന്നെയാണ് ഇതും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ബേബി ഗേൾ മാജിക് ഫ്രെയിംസിൻ്റെ ലിസ്റ്റ് സ്റ്റീഫൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത് എന്ന മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. അപ്പം നിവിൻ പോളിയുടെ ഒരു സാധാരണക്കാരൻ്റെ വേഷം, ഒരു അറ്റൻഡറായിട്ടൊരു വേഷമായിട്ടാണ് നമുക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ മോഹൻലാൽ അല്ലെങ്കിൽ നിവിൻ പോളിയൊക്കെ സാധാരണക്കാരുടെ വേഷം ചെയ്യുമ്പോൾ അത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ തെളിയിച്ച രണ്ടുപേരാണ്. ഈ സാധാരണക്കാരുടെ റോൾ പ്രത്യേകിച്ച് നിവിനൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഒന്നുകൂടെ നമുക്ക് കണക്റ്റ് ആവും. അപ്പോൾ അത്തരത്തിലുള്ള റോളാണ്. പിന്നെ ഫണ്ണി അല്ലെങ്കിൽ കോമഡി എലമെൻറ്റ്സ് അങ്ങനെ ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ത്രില്ലർ ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. അതായത് ഒരു ദിവസം നടക്കുന്ന കഥയാണെന്ന് ലിസ്റ്റ് സ്റ്റീഫൻ പറഞ്ഞിരുന്നു, പ്രൊമോഷനിൽ പറഞ്ഞിരുന്നു. ഒരു ദിവസം നടക്കുന്ന കഥയാണെന്ന് അറിയുമ്പോൾ ട്രാഫിക് മോഡലിലുള്ളൊരു കഥ തന്നെയാണ് ഇതുമെന്ന് തോന്നുന്നു. ഏതായാലും നല്ലൊരു എൻഗേജിങ് ആയിട്ട് പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ സാധിക്കുമെന്നാണ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അങ്ങനെയാണെങ്കിൽ നിവിൻ പോളിയുടെ അടുത്ത ഹിറ്റാവും ചിത്രം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ചീത്ത നേരത്തിന് ശേഷം അദ്ദേഹത്തിന് നല്ല നേരമാണെന്ന് തോന്നുന്നു. അടുത്ത പടവും ഹിറ്റടിക്കട്ടെ. ഏതായാലും കാണുമ്പോൾ ഒരു ത്രില്ലർ വിഭാഗത്തിൽ ത്രില്ലറുകളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ധൈര്യമായി ടിക്കറ്റ് എടുക്കാമെന്ന രീതിയിലുള്ളൊരു ഇതാണ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ജനുവരി 23-നാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്, ബേബി ഗേൾ. അപ്പം നിവിൻ പോളി, അപ്പം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സിനിമകളിലെല്ലാം മറ്റ് നടന്മാർക്കും അല്ലെങ്കിൽ മറ്റ് ആക്ടേഴ്സിൻ്റെ എല്ലാം നല്ല റോള് അല്ലെങ്കിൽ നല്ലൊരു ഓർത്ത് വെക്കുന്ന ക്യാരക്ടറായിരിക്കും. അതിപ്പോൾ പ്രേമത്തിലെ മലരായിക്കോട്ടെ, അല്ലെങ്കിൽ ഇതിൽ ഡെലിലു ആയിക്കോട്ടെ, സർവ്വമായയിലെ ഡെലിലു, ഓം ശാന്തി ഓശാനയിൽ, അങ്ങനെ അദ്ദേഹത്തെ മാത്രമല്ല നസ്രിയ, ഓം ശാന്തി ഓശാന നസ്രിയ, അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന ക്യാരക്ടർ അജു വർഗീസ് ആയിക്കോട്ടെ, എല്ലാവർക്കും ശ്രദ്ധിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിലെ ഒരു പ്രത്യേകതയാണ് ക്യാരക്ടേഴ്സിനെ എല്ലാം മറ്റുള്ളവർക്കും നല്ലൊരു പങ്ക് വഹിക്കാൻ കാണും. അതിൽ അവരുടെ ക്യാരക്ടറുകൾ ഓർത്തിരിക്കും. അപ്പോൾ ആ രീതിയിൽ ബേബി ഗേളിലെ ആ കുട്ടിയുടെ ക്യാരക്ടറും അല്ലെങ്കിൽ അതൊക്കെ സിനിമ കണ്ടാലും നമുക്കറിയാൻ പറ്റുള്ളൂ, അതൊക്കെ മനസ്സിൽ നിൽക്കുമെന്ന് തോന്നുന്നു. ഏതായാലും ലിസ്റ്റീഫനും അങ്ങനെയാണ് പറഞ്ഞത്. നിവിൻ പോളി ഹീറോ എന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു മൂവിയായിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഒരു ക്യാരക്ടർ മാത്രമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കണ്ടൻറ്റാണ് ഇതിലേക്ക് കിങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബേബി ഗേൾ ഏതായാലും കണ്ടറിയാം. ജനുവരി 23-നാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.